പ്രതിഷേധങ്ങളാണ് ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നത്. അവിടെ കൂടിനിന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ഈ സമയത്ത് തന്നെ ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടോ? കേരളത്തിൽ ഉള്ളത് ആചാര ലംഘനങ്ങൾക്ക് കുടപിടിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഇതാ ഒരു അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ സ്വാഗത സംഘം ഇന്ന് രൂപീകരിച്ചു. നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത്, അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന് അറിയില്ല. കാരണം ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളെ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല, അവർക്കൊന്നും ക്ഷണം ലഭിച്ചിരുന്നില്ല സ്വാഗത സംഘ രൂപീകരണത്തിൽ. അപ്പോൾ നോക്കൂ, എന്താണ് സർക്കാരിൻ്റെ അജണ്ട എന്ന് അറിയില്ല. നമുക്കറിയാം, നേരത്തെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തിടുക്കം കാണിച്ച നടപടികൾ അതൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. മിഥുനിലേക്ക് ഞാൻ വരാം. വിജി തമ്പി ചേരുന്നു. ശ്രീ വിജി തമ്പി, ശബരിമലയിലെ സോപാനത്തിന് സമീപം ചെരിപ്പിട്ട പോലീസിൻ്റെ ആചാര ലംഘനം താങ്കൾ ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. വീണ്ടും ആചാര ലംഘനങ്ങൾ. ഒരു ഭാഗത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നു സർക്കാർ. അതിൻ്റെ അജണ്ട എന്താണ് എന്ന് വ്യക്തമല്ല. ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരെ ആരെയും, താങ്കൾ ഉൾപ്പെടെയുള്ളവരെയൊന്നും ഇത് അറിയിച്ചിട്ടില്ല. ഇന്ന് സ്വാഗത സംഘം രൂപീകരിച്ചു. ഇപ്പോഴിതാ ആചാര ലംഘനം നടക്കുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആചാര ലംഘനത്തിന് കുടപിടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പിട്ട പോലീസുകാരനെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. വിജി തമ്പി. സ്വാമി ശരണം അനുജി. കാരണം ഇത് കുറെ കാലമായിട്ട് ഈ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ്. പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ വരുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, അവിടെ വരുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഏത് ഡിപ്പാർട്ട്മെന്റിൽ വന്നവരായാലും അവരെല്ലാം അയ്യപ്പ ഭക്തരായിരിക്കണം, മൃതധാരികളായിരിക്കണം. പണ്ട് നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ കാണുന്നത് എന്താ, ശബരിമലയിൽ നിന്ന് അയ്യപ്പന്മാരെല്ലാം തന്നെ അവരെ താടി വളർത്തി അവർ വൃതധാരികളായി മാല അണിഞ്ഞവരാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരുന്നത്. അവരൊരിക്കലും ചെരുപ്പിടുക പോലും ചെയ്യാറില്ല. ശബരിമലയിൽ മോളിൽ സോപാനത്തിൽ നിന്ന് മാത്രമല്ല, അവർ 18 മണിക്ക് താഴെ പോലും ഒരു ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ആ രീതിയിലുള്ള ഭക്തരായ പോലീസുകാരെയാണ് നമ്മൾ ഒരു കാലത്ത് അവിടെ കണ്ടിരുന്നത്. ഞാൻ ഏകദേശം ഒരു 10-50 വർഷമായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറുപ്പം തൊട്ടേ എനിക്കത് നമുക്ക് കാണാൻ പോലീസ് അയ്യപ്പന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. അതുപോലെ ഓരോ വ്യക്തികളും അങ്ങനെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇവിടെ പോയി പിണറായിയുടെ ഭരണം വന്നതിന് ശേഷം ഈ ഭക്തരല്ലാത്ത CPM അനുയായികളായ പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് ഇടുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് കഴിഞ്ഞ ശബരിമല മണ്ഡലകാലത്ത് നമ്മൾ കണ്ടത്. ഈ പോലീസുകാരെല്ലാം കൂടെ പൊന്ന് 18-ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. അത് നമ്മൾ കണ്ടതാണ്. നമ്മൾ വളരെ രീതിയിൽ പ്രതികരിക്കുകയും ഹൈക്കോടതി വരെ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അന്ന് ആ 18-ാം പടി എന്ന് പറയുന്നത് അത്രയും പവിത്രമായ അയ്യപ്പന്മാര് സോപാനത്തിനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഗ്രഹം എങ്ങനെ കാണുന്നു, അതേ പവിത്രതയോടെയാണ് 18-ാം പടിയെ കാക്കുന്നത്. ആ 18-ാം പടിയിൽ പടി പൂജ വരെ നടത്തുന്നതിനാണ്. ഓരോ പടിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ ഓരോ 18 പുരാണങ്ങളായാലും ശരി, 18 മലകളായാലും ശരി, അല്ലെങ്കിൽ 18 തത്വങ്ങളായാലും ശരി, അങ്ങനെ ഓരോ പ്രാധാന്യമുള്ള 18-ാം പടിയിലാണ് പോലീസുകാർ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോഷൂട്ട് നടത്തിയത്. അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു പോലീസുകാരൻ ഒരു ഭക്തനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് മനസ്സുകൊണ്ട് തോന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസിയല്ലാത്ത അവിശ്വാസികളായ CPM-കാരെയാണ് തെരഞ്ഞുപിടിച്ച് ശബരിമലയിൽ ഡ്യൂട്ടിക്കിടുന്നത്. അതുകൊണ്ടാണ് ഓരോ ഭക്തനും അവിടെ വരുന്ന ഭക്തനും ഉണ്ടാവുന്ന ഓരോ ദുരനുഭവങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. കഴിഞ്ഞ മണ്ഡല സമയത്ത് ദർശനത്തിന് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പോലീസുകാർ ഒരു പാവപ്പെട്ട നല്ല പ്രായമുള്ള 70-80 വയസ്സെങ്കിലും വരുന്ന ഒരു ആന്ധ്രയിൽ നിന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തിന് തൊഴാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പ് ഒരാൾ പോകുന്നു, അദ്ദേഹത്തിന് വെക്കുമ്പോൾ അയാൾ തൊഴുതൊട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇയാളെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്ത് താഴെപ്പുറത്ത് എറിഞ്ഞു. എന്നിട്ട് ഇയാൾ അവിടെ പോയി നിന്ന് കരയാണ്. അവസാനം ഞാനാണ് അവിടെ ഇരുന്ന ആ സോപാന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദേവസ്വംകാരോട് പറഞ്ഞു, ഒന്ന് തൊഴുതിക്കുള്ളൂ, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുതു. അപ്പൊ ഈ പോലീസുകാര് ഭക്തരോട് കാണിക്കുന്ന ക്രൂരതയാണ് അവിടെ ഭക്തി പോയിട്ട് പോലീസുകാർ എങ്ങനെ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കാം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു അല്പമെങ്കിലും ഭക്തി മനസ്സിലുള്ള ഒരു പോലീസുകാരനാണെങ്കിൽ അയാൾ ചെരുപ്പിട്ടുകൊണ്ട് ആ സോപാനത്തിന്റെ അടുത്തേക്ക് വരുമോ? എന്തിന്? ആ 18-ാം പടിക്കോ അല്ലെങ്കിൽ ഏത് പടി കൂടെ ആയാലും ആ മുകളിലേക്ക് കയറുമോ? ശബരിമല എന്ന് പറയുന്നത് ആ മുകളിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിന്റെ മുകളിലാണ് ഭഗവാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും
അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ ടോയ്ലറ്റ് വരെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടുത്തെ ഡ്യൂട്ടിക്കുള്ള ഗാർഡുമാർക്ക് ഉള്ള സ്ഥലത്ത് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അതുവരെ അങ്ങനെയുള്ള സ്ഥലം പോലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയുടെ ആ മുകളിലുള്ള എല്ലാ നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റണം. അവിടെ യാതൊരു നിർമ്മാണവും പാടില്ല. എന്തിന്? മേൽശാന്തിക്കും തന്ത്രിക്കും പോലും ആ 18-ാം പടിക്ക് താഴെ എവിടെയെങ്കിലുമാണ് സ്ഥല സൗകര്യം കൊടുക്കേണ്ടത്. മുകളിൽ ഭക്തർക്ക് വന്ന് തൊഴുതു പോകാനുള്ള വഴിപാടുകൾ നടത്താനല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ പാടില്ല. അത്ര ഇതായിട്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഈ പോലീസുകാരെ പോലുള്ള ഇതുപോലുള്ള അയ്യപ്പ വിശ്വാസികളല്ലാത്ത അഴിഞ്ഞാട്ടക്കാരെ കൊണ്ടുവന്നിട്ട് ഇവര് ഭക്തരെ ഉപദ്രവിക്കുന്നു, ആചാരം ലംഘിക്കുന്നു. എന്തിന്? ഈ പോലീസുകാരല്ലേ ഈ പറഞ്ഞ നമ്മുടെ ഈ ഭക്തസംഗമമാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. എന്ത് ഭക്തി? ഈ വാസവൻ എന്ന് പറയുന്ന മന്ത്രിക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ അയ്യപ്പ സംഗമം വിളിക്കാൻ? അദ്ദേഹം ഭക്തനാണോ? അദ്ദേഹം ശബരിമലയിൽ കഴിഞ്ഞ മകരവിളക്ക് നിന്ന് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ എല്ലാരും കണ്ടതല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എന്തിനാണ് ഇത് വിളിക്കുന്നത്? ഇതിനുള്ളിൽ ഭയങ്കര ഗൂഢോദ്ദേശമാണ്, പണം അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ്. ശബരിമലയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട ഭക്തരുടെ നിന്ന് പൈസ അടിച്ചു മാറ്റാനും അത് പിണറായിയുടെ പോക്കറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അല്ലാതെ ശബരിമലയെ നന്നാക്കാനോ അയ്യപ്പ ഭക്തർക്ക് സൗകര്യം ഒരുക്കാനോ അല്ല. ഇത് ഇനിയെങ്കിലും അയ്യപ്പ ഭക്തർ തിരിച്ചറിയണം. ഒരാൾ പോലും ഈ സംഗമത്തിലോ ഇതുമായിട്ട് പങ്കെടുക്കരുത്. പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അയ്യപ്പന്റെ അനുഗ്രഹമല്ല, അയ്യപ്പന്റെ ക്രോധമായിരിക്കും, ദ്വേഷമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല, അങ്ങനെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ഹിന്ദു സംഘടനകളും അയ്യപ്പ ഭക്തരും അകറ്റി നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ശക്തമായ രീതിയിൽ അയ്യപ്പ ഭക്തർ പ്രതികരിക്കണം. ഇതുപോലുള്ള പോലീസുകാരെ ഡ്യൂട്ടിക്കിടാൻ സമ്മതിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശബരിമല പോയപ്പോ പമ്പയിൽ അവിടുത്തെ താഴത്തെ പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിൽ ഞാൻ ഫോൺ ചെയ്തു, വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി. സാധാരണ എപ്പോ പോയാലും അവർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സ്വാമി ശരണം എന്നാ പറയുന്നത്. ഇത്തവണ അത് കണ്ടില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ നമുക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, എന്താണ് ഇപ്പം? അതൊന്നും പറയണ്ട സാർ, ഇവിടെ വരുന്ന അത്രയും കുഴപ്പക്കാരാണ്, ഈ വരുന്ന അത്രയും ഈ പറഞ്ഞ ഈ വിശ്വാസം ഇല്ലാത്തവന്മാരാണ്. അവ അയ്യപ്പ ശരണം പോയിട്ട് അവർ ഒരു അയ്യപ്പ എന്ന് പറയാൻ പോലും അവർക്ക് മടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത് ഗൂഢ അജണ്ടയാണ്. എങ്ങനെയെങ്കിലും ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പിണറായി സർക്കാരിന്റെ ഗൂഢ അജണ്ടയാണ്. കാരണം നമുക്കറിയാം, ശബരിമല അയ്യപ്പ സ്വാമിയുടെ ആ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോഴാണ് കേരളത്തിലെ എല്ലാ ഹൈന്ദവരും അവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസം എല്ലാം മറന്ന് ഈ പറഞ്ഞ പാർട്ടിയും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായത്. അന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഈ ഭക്തരെ അവിടെ വരാതാക്കണം, ആ ശബരിമല എന്ന ആ പുണ്യ പവിത്രമായ സ്ഥാനത്തെ എങ്ങനെയെങ്കിലും നാശമാക്കണമെന്നുള്ള അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന് വേണം ഇതിനെ കാണാൻ. ഈ ആചാര ലംഘനത്തെ ചെരുപ്പിട്ട് സോപാനത്തിന് സമീപം ചെരുപ്പിട്ട് പോലീസിന്റെ ആചാര ലംഘനം, തിരുമുറ്റത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെരുപ്പിട്ട് കയറിയത്. സോപാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരുപ്പിട്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പുറത്ത് വിട്ടത്. VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് പ്രതികരിച്ചത്. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളിയാണ് തത്സമയം റിപ്പോർട്ട് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള, ഉടൻ തിരികെ എത്താം.